പിറ്റേ ദിവസം പോയപ്പോഴും ഞങ്ങൾ അവിടെ വന്ന് ചെക്ക് ചെയ്തപ്പോഴും എനിക്ക് ഹൈ പ്രഷർ ആയിരുന്നു. 240 സംതിങ് 110 ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് പിന്നെ സാറ് എമർജൻസി ആയിട്ട് ഇത് കുറയ്ക്കാനൊക്കെ ആയി ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തപ്പോഴ് ഭയങ്കര ഹൈ ആയിരുന്നു. യൂറിയയും ക്രിയാറ്റിനും യൂറിക് ആസിഡും ഒക്കെ കൂടുതലായിരുന്നു. ഞാൻ കുറെ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ ഒന്നും പറയാതിരിക്കാൻ പറ്റാത്തൊരു ഇതാണ് നമ്മളുടെ ഓരോ പ്രൊഡക്റ്റുകളും. നമ്മുടെ ഈ ഫിജിക്കാർട്ടിലുള്ള ഓരോ പ്രൊഡക്റ്റും ഒന്നിനൊന്ന് മെച്ചം എന്നുള്ളതാണ്. അപ്പൊ ഞാൻ നമ്മളെ 10-17 വർഷമായിട്ട് വർക്ക് ചെയ്യണു. ഓരോ മെഡിസിന്റെയും വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മള് എന്താ പറയാ, അപ്പൊ ഇങ്ങനെ അഡ്മിറ്റ് ആകേണ്ടി വന്നു. യൂറിയ ക്രിയാറ്റിനും ഒക്കെ പൊട്ടാസ്യം ഒക്കെ ഭയങ്കര കുറവൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ സോഡിയത്തിന്റെ അളവ് കുറച്ച് കൂടുതലൊക്കെ ആയിരുന്നു. നമ്മുടെ കയ്യിൽ റിപ്പോർട്ടൊക്കെ ഉണ്ട്. എന്തായാലും ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ട്. എന്തായാലും ഇനി ഒരു 2 ചെക്കപ്പും കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ചെയ്യാലോ എന്ന് വെച്ചിട്ട്, അല്ലേ ആ സാറുമാര് എന്നെ തൂക്കിയിട്ടെടുക്കും. അതുകൊണ്ട് പേടിച്ചിട്ടാണ്. പിന്നെ അതുകൊണ്ട് തന്നെ നമ്മള് അവിടെ അഡ്മിറ്റ് ആയ സമയത്ത് നമ്മുടെ രാജേഷ് സാർ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. കാണാൻ വന്നപ്പോഴ് ഈ പ്രൊഡക്റ്റ് നമ്മുടെ എന്താ പറയാ നോനി കുക്കും പ്ലസ് പറയുന്ന ആ ഒരു ജ്യൂസ് അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കൊണ്ടുവന്നിട്ട് മാഡം ഇതൊന്ന് ഉപയോഗിച്ച് നോക്കൂ അങ്ങനെ പറഞ്ഞു. പിന്നെ ഇവിടെയാണെന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു 12 അവേഴ്സ് കഴിഞ്ഞിട്ട് ഈ റിപ്പോർട്ടൊക്കെ ഇങ്ങനെ ചെക്ക് റിപ്പീറ്റ് ചെയ്യുമായിരുന്നു. അപ്പോ രാവിലെ എന്താ പറയാ, സാറ് എന്നെ വൈകുന്നേരത്തെ കൊണ്ടുവന്നിട്ട് കുടിച്ചു. ഇത് കുടിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇവര് വല്ലതും പറയില്ലേ ഇതും കൂടെ കുടിച്ചാൽ പറഞ്ഞപ്പോ അത് കുഴപ്പമില്ല, രാവിലെയാ ഞങ്ങൾ പോയത്, അപ്പൊ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അന്ന് രാത്രി കുടിച്ചു. പിന്നെ പിറ്റേ ദിവസം കുടിച്ചു. പിന്നെ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ഒരു വൈകുന്നേരം ഒക്കെ ആയപ്പോഴ് വൈകുന്നേരത്തായിരുന്നു അവര് ബ്ലഡ് ടെസ്റ്റ് ചെയ്തത്. ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴ് പൊട്ടാസ്യത്തിന്റെ അളവ് 2.3യോ 1 അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് നോക്കിയപ്പോഴും സാറ് 2.9 ആയി. അത് രാവിലെ സാറ് പറഞ്ഞു പൊട്ടാസ്യത്തിന്റെ അളവ് കുറവാണ്, അപ്പൊ പൊട്ടാസ്യം നമുക്ക് കുറച്ച് കയറ്റിയാലോ വിനിത, അങ്ങനെയൊക്കെ പറഞ്ഞു. അവര് തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ദൈവമേ, അപ്പൊ ഈ കേസിലൊക്കെ കയറ്റിന്ന് വെച്ചാല് നമുക്ക് ഒന്നൊന്നര പെയിൻ ആകും. പേഷ്യന്റിനെയൊക്കെ നമുക്ക് കണ്ട് ശീലമുള്ളത് കൊണ്ട് ഒന്നൊന്നര പെയിൻ ആണ്. പക്ഷെ എനിക്ക് പെയിൻ ഭയങ്കര പേടിയാട്ടോ. ഒരു ഇതാണ്, ഡിപ്രസീവ് ആണ് ഞാൻ. പെയിൻ ഒക്കെ ഒരുപാട് സഹിക്കില്ല. അപ്പൊ നമ്മള് ഈ പെയിൻ പൊട്ടാസ്യത്തിന്റെ അത് കയറ്റണത് കൊണ്ടുള്ള ടെൻഷൻ ഇല്ല, എനിക്ക് ഭയങ്കര കയ്യിലൊക്കെ ഭയങ്കര പെയിൻ ആയിരിക്കുമല്ലോ കയറുമ്പോഴെന്നുള്ളൊരു ടെൻഷൻ ആയിരുന്നു എനിക്ക് ഓവർ ആയിട്ടുണ്ടായിരുന്നത്. പക്ഷെ സാറിന് നല്ലൊരു താങ്ക്സ് പറയുന്നുണ്ട്. അപ്പൊ സാറ് നമുക്ക് അത് കൊണ്ടുവന്ന് തന്നപ്പോഴ് 2.9 ആയി. അപ്പൊ സാറ് പറഞ്ഞു 2.9 അങ്ങനെ പറഞ്ഞു. പിന്നെ ക്രിയാറ്റിനൊക്കെ കുറച്ച് കുറഞ്ഞു വരാൻ തുടങ്ങി. യൂറിക് ആസിഡ് ആയിക്കോട്ടെ അതൊക്കെ കുറഞ്ഞു. പൊട്ടാസ്യത്തിന്റെ അളവൊക്കെയാണ് വെച്ചാൽ, സോഡിയത്തിന്റെ അളവൊക്കെയാണ് വെച്ചാൽ നോർമലായി വരാൻ തുടങ്ങി. പിന്നെ സാറ് പറഞ്ഞു, പിന്നെ ഡോക്ടർമാര് പറയണ്ടായിരുന്നു ഇനി നാളേക്ക് ചെയ്താൽ മതി അങ്ങനെ പറഞ്ഞു. പിന്നെ പിറ്റേ ദിവസം ചെയ്തപ്പോഴ് പിന്നെ നല്ലോണം ഇങ്ങനെ കുറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. പൊട്ടാസ്യത്തിന്റെ അളവ് കൂടുകയും ചെയ്തു. എല്ലാം നമ്മൾ മെഡിസിൻ എടുക്കുന്നതിന്റെ കൂടെ തന്നെ ഇങ്ങനെ പെട്ടെന്നൊന്നും കുറയാറില്ലല്ലോ. പക്ഷെ എനിക്കെല്ലാം നോർമലായി വന്നു. പെട്ടെന്ന് അത് അപ്പോഴും സാറുമാര് പറയുന്നുണ്ടായിരുന്നു ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ കുറയാനും കൂടാനൊക്കെ കാരണം, നല്ല വ്യത്യാസം ഉണ്ടല്ലോടാ എന്നൊക്കെ പറഞ്ഞു. ബിപിക്ക് ആയിക്കോട്ടെ നല്ല കൺട്രോൾ ആവാൻ തുടങ്ങി. ഹൈ ബിപി ഉള്ളത് ഇത് മെഡിസിൻ അമിലോഡെപ്പിൻ പറയണതും അർക്കമിൻ പറയുന്ന ടാബ്ലറ്റ് 100 mg ഒക്കെ തരുന്നുണ്ട്. എന്നാലും കുറച്ചു നേരം കഴിയുമ്പോൾ ബിപി പെട്ടെന്ന് അങ്ങനെ പാനിക് ആയ പോലെ പെട്ടെന്ന് അങ്ങോട്ട് കൂടുമായിരുന്നു. അപ്പൊ നമ്മൾക്ക് തന്നെ, അപ്പൊ എനിക്ക് തന്നെ അറിയില്ല, നമുക്ക് ഡോക്ടർമാർക്ക് പോലും അല്ല, എനിക്ക് പോലും അറിയില്ല. എനിക്ക് ടെൻഷൻ ഒന്നും ഇല്ലല്ലോ, പിന്നെ എന്താണ് ഇങ്ങനെ കൂടാൻ കാരണം, അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഇതൊരു സിറപ്പ് കുടിച്ചതിന് ശേഷം നമുക്ക് നല്ലോണം വ്യത്യാസം വന്നു എന്നുള്ളതാ. പിന്നെ ഒന്നാമത് ആ പകൽ ടൈം മുഴുവൻ മോണിറ്റർ കെട്ടിവെച്ചുകൊണ്ടിരിക്കുക. ഒരിത്തിരി പോലും കുറച്ച് ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. 110 കുറയണേ ഇല്ല എന്നുള്ളതാ. സിസ്റ്റോളിക് ഡയസ്റ്റോളിക് കുറയണേന്നേ, സിസ്റ്റോളിക് എങ്കിലും കുറച്ച് ഒരു ഇതുണ്ട്. പക്ഷെ ഡയസ്റ്റോളിക് ഒട്ടും തന്നെ ഒരു വ്യത്യാസമില്ല, 110 തന്നെ നിൽക്കുക. എനിക്കത് കാണുമ്പോഴേ ടെൻഷൻ. ഞാൻ അങ്ങനെ മോണിറ്ററിൽ നോക്കും, എനിക്ക് ഭയങ്കര ടെൻഷൻ. എന്താ പറയുക, വല്ല അറ്റാക്ക് വന്ന് ഞാൻ ചത്തു എന്നൊക്കെ എനിക്കുണ്ടായിരുന്നു ആ മോണിറ്റർ കാണുമ്പോൾ. പിന്നെ തിരിഞ്ഞു കിടന്നോ, ഭയങ്കര ഒരു ഡിപ്രസ്. പക്ഷെ എന്താ ചെയ്യണ്ടേന്നൊന്നും അറിഞ്ഞില്ല. പക്ഷെ സാർ ഇത് കൊണ്ടുവന്നപ്പോഴ് പിന്നെ ആ കുട്ടികൾ ബിപി നോക്കാൻ ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പോഴൊക്കെ വിനിത എന്താണ് ചേച്ചി കുറവുണ്ടല്ലോ, വിനിത കുറവുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടികൾ ഇങ്ങനെ പറയണ്ടായിരുന്നു. നഴ്സുമാര് പഠിക്കാൻ വന്ന ഡോക്ടേഴ്സ് ഒക്കെ ആയിക്കോട്ടെ അവരൊക്കെ. പിന്നെ എന്താ പറയാ, പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്തു വന്നു.
എന്തായാലും ഈ നോനി കുക്കും പ്ലസ് നമ്മുടെ ഫിജിക്കാർട്ടും നമ്മുടെ ബോച്ചൻ സാർക്ക്